ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എല്ലാവിധ സഹായവും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അവധിയിലായിരുന്ന KSEB കീഴുദ്യോഗസ്ഥനെ ബലിയാടാക്കിയതായി ആരോപണം. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഓവർസിയർ ബിജു എസ് 3 മാസത്തെ അവധിയിലായിരുന്നു. മറ്റ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനാണ് ബിജുവിനെതിരെ നടപടിയെടുത്തത് എന്നാണ് ആരോപണം. വൈദ്യുത മന്ത്രി മിഥുന്റെ വീട് സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് KSEB ഉദ്യോഗസ്ഥനായ ബിജുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയത്. എന്നാൽ ഓവർസിയറായിരുന്ന ബിജു കഴിഞ്ഞ ഏപ്രിൽ 1 തേവലക്കര സെഷനിൽ നിന്ന് സബ് സെന്ററിലേക്ക് സ്ഥലം മാറിയിരുന്നു. തേവലക്കര ബോയ്സ് സ്കൂൾ സബ് സെന്ററിന്റെ പരിധിയിൽപ്പെടുന്നില്ല. ഏപ്രിൽ 1 തീയതി ജോലിക്കിടെ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ബിജു 90 ദിവസത്തെ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. സ്കൂളുമായി ബന്ധപ്പെട്ട യോഗത്തിലും ഉദ്യോഗസ്ഥൻ പങ്കെടുത്തിട്ടില്ല. ഇതിനിടെയാണ് ബിജുവിനെതിരെ നടപടിയുണ്ടായത്. മറ്റുള്ളവരെ സംരക്ഷിക്കാൻ താഴേക്കിടയിലെ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയതായാണ് ആരോപണം. അപ്പോൾ ബോർഡ് മാനേജ്മെന്റ് ഇപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്, കമ്മീഷൻ വാങ്ങി അടിക്കുകയാണ്, ബോർഡിനെ നശിപ്പിക്കുകയാണ്. അതിൻ്റെ പരിണത ഫലം ഒരു തൊഴിലാളിയുടെ തലയിൽ ഏൽപ്പിക്കുന്നതിനെതിരെ നാളെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ എല്ലാ ഡിവിഷൻ തലത്തിൽ നടത്തുകയാണ്. സമരപരിപാടിയിലേക്ക് കടക്കുകയാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ഇവർ കണ്ടെത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പരസ്പരമുള്ള പഴിചാരലിനൊടുവിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് AE കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സ്കൂൾ മാനേജറെ അയോഗ്യനാക്കുകയും ചെയ്തു. സംഭവത്തിൽ KSEBക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. എന്നാൽ നിലവിലെ വകുപ്പുതല നടപടിക്കെതിരെ പ്രതിഷേധമുയരുകയാണ്. ജനം, കൊല്ലം.